ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊട്ടാരക്കരയിൽ നിന്നും ഓൺലൈൻ വഴിയായി ദൈവജനത്തിന് പ്രയോജനപ്രദമായി നടത്തിവരുന്ന ഇവാഞ്ചലിയോൺ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 156ാമത് എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു സുവിശേഷ കുടുംബമാണ്. കർത്താവിൻ്റെ പേരിൽ ശോഭിച്ചു വരുന്ന കൃതദാസൻ ജോസ് കലേപുരം അവറുകളും അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റെഫിൻ കെ ജോസും മകൾ സ്റ്റെഫി കെ ജോസും എന്നീ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഗാനങ്ങൾ ആലപിക്കാൻ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ശുശ്രൂഷയിൽ കടന്നു വരുവാനും ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുവാനും ഇടയായി തീർന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ലഘുസന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്താവിന്റെ വേലയിൽ ശോഭിച്ചു വരുന്ന കൃതദാസൻ ജോൺ ജോസഫ് കോട്ടയം അവറുകളാണ്. പ്രിയ ദേവദാസിനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും അതിന് നിങ്ങളുടെ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകനെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സഹായിയായി ആയിരിക്കുന്ന ബെനറ്റ് ജോൺ എന്നിവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് തുടരാം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കും അനുഗ്രഹമായിപ്പാൻ നിങ്ങളും ദൈവം ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ശുശ്രൂഷകൾ നയിക്കേണ്ടതിനായി കൃതദാസൻ ജോൺ ജോസഫ് അവരുടെ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. തുടർന്നുള്ള ശുശ്രൂഷയിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുപോലെ ഒരു സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു, വേണ്ട എല്ലാ നന്മകൾ നൽകി ജയോത്സവമായി വഴി നടത്തി. അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. അതിലപ്പുറമായി കർത്താവെ, ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ടുള്ളത് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അങ്ങയുടെ മക്കളാക്കി തീർത്തു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്ത വലിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവെ, സന്ധ്യാസമയത്ത് അതെല്ലാം നന്ദിയോടെ ഞങ്ങൾ ഓർത്ത് അങ്ങേക്കെല്ലാം മഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇവാഞ്ചലിയോൺ മിനിസ്ട്രീസിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാളിതുവരെയും ഈ ശുശ്രൂഷയെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വലിയ ദയക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ എപ്പിസോഡും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വേണ്ട ദൈവകൃപയാൽ അടിയങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേണ്ട കൃപകൾ നൽകി പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഉപകരണം കൈകാര്യം ചെയ്യുന്ന മോനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. വേണ്ട കൃപ നൽകണം. ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന സഹോദരനെ ഓർക്കുന്നു, ബലപ്പെടുത്തണം. കർത്താവെ, ദേശത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ, ഈ സന്ദേശവും ഈ ഗാനങ്ങളും ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശങ്ങളും ഗാനങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുവാൻ, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷ മുഖാന്തരം അങ്ങ് സംഗതിയാക്കണം. എല്ലാ സംവിധാനങ്ങളെയും ദൈവവരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ചില പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ദൈവസ്നേഹം അംഗീകരിക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം അങ്ങ് അവർക്ക് അവസരം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ദൈവവരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾക്ക് അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാം ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
യുവാങ്കലിയോൺ മ്യൂസിക് മിനിസ്ട്രീസിൻ്റെ 156 എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷ മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തീരുവാൻ, ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, കർത്താവിൻ്റെ കരുതൽ അംഗീകരിപ്പാൻ സംഗതിയാക്കുന്നത് ഓർത്ത് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്നും ഈ ശുശ്രൂഷ തുടരുവാൻ ദൈവം എല്ലാ കൃപയും നൽകി. അനുഗ്രഹിത ഒരു ക്രൈസ്തവ സുവിശേഷ കുടുംബമാണ് ഇന്ന് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി തന്നെ അനുഗ്രഹിതമായ ഒരു സ്തോത്ര ഗാനത്തോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ സമാരംഭിക്കുകയാണ്. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല, എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിത. നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, അതുല്യമായ നിസ്തുല്യമായ ആ സ്നേഹം അതെത്ര പാടിയാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര എഴുതിയാലും മതി വരുന്ന സ്നേഹമല്ല. വിശുദ്ധ ബൈബിളിൽ സെയിന്റ് പോൾ പറയുന്നത്, അതിൻ്റെ ആഴവും ഉയരവും വീതിയും ഒന്നും മനുഷ്യബുദ്ധികൾ കൊണ്ട് അളക്കുവാനും വിവരിക്കുവാനും കഴിയാത്ത അതുല്യമായ സ്നേഹം നമുക്ക് തിരിച്ചു നൽകുവാനായിട്ടുള്ളത് ആ ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. എൻ്റെ ധനവും മാനവും എല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം ഞാൻ തേടുകയില്ല. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തല്ലോ, എൻ്റെ പാപമെല്ലാം പോക്കിയല്ലോ, എന്നെ മുഴുവൻ സൗഖ്യമാക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ സ്തോത്രഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ബഹുമാന്യ കുടുംബം അവർ ചേർന്ന് ആ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധ ഗായകൻ കൃതദാസൻ ജോസ് കലൈപുരവും തൻ്റെ മകൾ സ്റ്റെഫി കെ ജോസും മകൻ സ്റ്റെഫിൻ കെ ജോസും ചേർന്ന് പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ എന്നുള്ള ഗാനം ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ബാംഗ്ലൂർ മിനിസ്ട്രിയുടെ 156 എപ്പിസോഡിൽ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരവസരം ഞങ്ങൾക്കും ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുകയും പിതാവിന് തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ കൃതദാസൻ നീട്ടിക്കൽ അച്ഛൻ, ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കൃതദാസൻ ജോൺ അവറുകൾ, ഇന്ന് രാത്രി പശ്ചാത്തല സംഗീതത്തിനൊപ്പം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ സുജിത്ത്, ക്യാമറ ചെയ്യുന്ന വിജിൽ, ഒപ്പം എൻ്റെ സുഹൃത്ത് ബെനറ്റ്, എല്ലാവർക്കും നന്ദിയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഇന്ന് രാത്രിത്തെ പ്രോഗ്രാം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥന ഗാനം നമുക്ക് ശ്രമിക്കാം. അറിയാവുന്നവർക്കൊന്ന് കൂടെ ചേർന്ന് പാടാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ,
യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും താരും നീതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും താരും നീതാ എന്നെ മുറ്റും താരും നീതാ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും താരും നീതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും താരും നീതാ തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ
പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റെ എല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര അനുഗ്രഹീതമാണ്. ആ വിലപ്പെട്ട സന്ദേശം സത്യമാണ് കഴിഞ്ഞ ഗാനത്തിലൂടെ നാം ശ്രവിക്കുകയുണ്ടായത്. ഹെവൻലി ബീറ്റ്സ് കലേപുരം എന്നാണ് ഈ ബഹുമാന്യ ദൈവദാസൻ്റെ ശുശ്രൂഷയുടെ നാമം. നിരവധി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ദൈവം അവർക്ക് നൽകിയ ഈ കഴിവുകൾ, മനോഹരമായ ശബ്ദം കർത്താവിൻ്റെ അനുഗ്രഹീതമായ നാമമഹത്വത്തിനായിട്ട് അവർ പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങൾക്കും അവരെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പ്രിയപ്പെട്ടവർക്ക് അവരെ ക്ഷണിക്കുവാനും അവർക്ക് അവസരം നൽകുവാനുമുള്ള സാവകാശമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ വഴി നടത്തുന്ന കർത്താവാണ്. ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, മറക്കാത്ത ഒരു കർത്താവാണ്. ലോകത്തിൽ ആർക്കിതുപോലെ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ ജീവിതയാത്രയിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ നിന്ന് കരം പിടിച്ച് നമ്മെ താങ്ങി നിലനിർത്തി വഴി നടത്തുന്ന കർത്താവ്, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഒരു ഭക്തൻ ഇങ്ങനെയാണ് തൻ്റെ ജീവിതാനുഭവങ്ങളെ ഒന്നയവിറക്കിയപ്പോൾ, പിന്നിട്ട വഴികളെക്കുറിച്ച് ഓർത്തപ്പോൾ, ആ ദൈവത്തിൻ്റെ മഹത്വം തന്നിലൂടെ ദർശിച്ചപ്പോൾ താൻ ഇങ്ങനെ എഴുതി: എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നതിനാൽ സാധു ഞാൻ ഈ ക്ഷോണി തന്നിൽ എന്തിന് ഭയപ്പെടുന്നു? സാധുവായ ഞാൻ എന്തിന് ഭയപ്പെടുന്നു? എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായിട്ട് ആർദ്രതയുള്ളവനായി അവൻ ജീവിക്കുകയാണ്. വൈഷമ്യമുള്ള ഏതു കുന്നും നടന്നു കയറുവാൻ അവൻ എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും താങ്ങായി തണലായി ആ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ വളരെ പ്രസിദ്ധമായ ഗാനം, ഈ കാലങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴയ ഭക്തിഗാനമാണ് അടുത്തതായി നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജോസ് കലേപുരം ആ ഗാനം ആലപിക്കുന്നു. മാന്യ പ്രേക്ഷകരെ, നമുക്ക് ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ആ ഗാനം ആലപിക്കാം. നമ്മുടെ ജീവിത വഴിത്താരകളിൽ നാം മുന്നേറുമ്പോൾ, പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ നമുക്കും പറയുവാൻ കഴിയുന്നത് തന്നെയാണ്: എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നതിനാൽ സാധു ഞാൻ ഈ ക്ഷോണി എന്തിന് ഖേദിക്കുന്നു? ഭാരപ്പെടേണ്ട കാര്യമില്ല, ഈ കർത്താവ് കൂടെയുണ്ട്. ആ സത്യം അംഗീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ ദൈവദാസനോട് ചേർന്ന് നമുക്കും ആലപിക്കാം: എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നതിന്.
എന്റെ ദൈവം മഹത്വത്തിനാർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു. മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധുവന്തരായി തീർന്നിടല്ലേ ദൈവമേ. സാധുവന്തരായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ
കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. മഹേശ കരുണേശ പൊന്നു താത നീനിക്ക. മഹേശ കരുണേശ പൊന്നു താത നീനിക്ക. വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃത കലങ്ങുന്ന എൻ്റെ ദേഹി വൃത കലങ്ങുന്ന എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. നാം സാധാരണ പറയാറുള്ളത് പോലെ ഓൾഡ് ഈസ് ഗോൾഡ്. പഴയ ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ, പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത ഒരു ഉന്മേഷവും സന്തോഷവുമാണ് ഉണ്ടാകുന്നത്. മൺമറഞ്ഞ ഭക്തർ അവരുടെ തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവർ രചിച്ച ഗാനങ്ങൾ വല്ലാതെ നമ്മെ സ്വാധീനിക്കുകയാണ്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പ്രസിദ്ധമായ ഗാനം നാം ഇതുവരെയും ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. സമീപകാലത്തെ ക്രൈസ്തവ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത, ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഗാനത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഒരു വീഡിയോ ഗാനത്തിലൂടെ പ്രസിദ്ധമാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് പലപ്പോഴും ഗാനങ്ങൾ പിറവിയെടുക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധേയമായതും ജീവിതഗന്ധിയുമായ ഒരു ഗാനം സാൽവേഷൻ ആർമിയിലെ ഒരു ശുശ്രൂഷകനായ സാജൻ എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ ഒരു ഗാനമുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ഈ ഗാനം വളരെ ശ്രദ്ധേയമായതിൻ്റെ പിന്നിലെ സംഭവം നമുക്കെല്ലാം അറിയാം. ഈ ഗാനം എഴുതിയതിന് ശേഷമാണ് തൻ്റെ മാതാവും പിതാവും ഒരു അപകടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. അവരുടെ ശവസംസ്കാര ശുശ്രൂഷ വേളയിൽ അദ്ദേഹം ഈ ഗാനം വളരെ വികാരഭരിതമായി പാടുന്നത് സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. എത്ര ശ്രദ്ധേയമായ ഒരു ഗാനമാണ്.
നാം ജീവിത സാഹചര്യങ്ങളിലൊക്കെ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം സാധാരണ പറയാറുള്ളത് പോലെ രാത്രിയുടെ യാമങ്ങളിൽ നമ്മളുടെ കിടക്ക കണ്ണീര് കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആകുലതകളും പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും മറ്റാരുമായി പങ്കുവെക്കുവാൻ കഴിയാത്ത നിലയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നാം കരയുന്ന ആ കണ്ണുനീരെല്ലാം നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ ദുരിതപൂർണമായ അടിമ ജീവിതത്തെക്കുറിച്ച് താൻ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന, ഈ പ്രോഗ്രാം ദർശിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥകളെ, നിങ്ങളുടെ ഏകാന്തതയുടെ അവസ്ഥകളെ, നിങ്ങളുടെ വൈഷമ്യങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ ദുരിതങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അവൻ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഈ കർത്താവിനെ കുറിച്ച് പാടുന്നത്. ഈ കർത്താവ് നമുക്ക് നൽകുന്ന ഈ സ്നേഹം, ഈ കർത്താവ് നമുക്ക് നൽകുന്ന ഈ കരുതൽ എത്ര വലുതാണ്. നമ്മുടെ കണ്ണുനീര് കണ്ട് കടന്നു പോകുന്ന ഒരു കർത്താവല്ല, നമ്മളോട് മനസ്സലിയുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം. ഇപ്പോൾ സഹോദരൻ സ്റ്റെഫിൻ കെ ജോസ് ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഒപ്പം നമുക്കും ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. കണ്ണീര് വീണാലും ഒപ്പിയെടുത്തൻ എന്ന് തുടങ്ങുന്ന ഗാനം. വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നു യേശുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത്
തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അമേകുന്നുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയും അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. വളരെ ഹൃദയഹാരിയായി പ്രിയ മോൻ ആ ഗാനം ആലപിക്കുകയുണ്ടായി. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആരെല്ലാം നമ്മെ മറന്നാലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. എത്ര വശ്യമായ വരികൾ, മനോഹരമായ മകൻ്റെ ആലാപനം. ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ. നിങ്ങളുടെ പ്രോത്സാഹനത്തിനും ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നതിനും ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവസ്നേഹത്തെക്കുറിച്ച് റോമിലുള്ള ദൈവജനത്തോട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നോക്കുക, മനുഷ്യവർഗം പാപികളായിരുന്നപ്പോൾ, യാതൊരു നിലയും ഗുണവുമില്ലാതിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാ ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ 12 ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ എന്ന് നാം പറയുന്ന പത്രോസ്, അദ്ദേഹം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയുക മാത്രമല്ല, സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ തള്ളിക്കളഞ്ഞ പത്രോസിനെയും താൻ സ്നേഹിക്കുന്നു. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് വീണ്ടും മത്സ്യബന്ധനത്തിന് പോയ പത്രോസിൻ്റെയും തൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരുടെയും അരികിൽ വന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ച് അവരെ ചേർത്ത് പിടിച്ച അരുമനാഥൻ. 3.5 വർഷം ഉണ്ടുമുറങ്ങിയും തന്നോടൊപ്പം ഇരുന്ന യൂദാസ് തന്നെ ഒറ്റിക്കൊടുത്തിട്ടും അവനെ സ്നേഹിച്ച കർത്താവ്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ സവിശേഷത. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇത്രയും വിചിത്രമേശുവേ രക്ഷക. ഇത് വലിയൊരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നാം ആണെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ, നമ്മെ കരുതുന്നവരെ തിരികെ കരുതുമ്പോൾ, നാം ഒന്നും ചെയ്യാതിരുന്നപ്പോൾ, ദൂരെ മാറിപ്പോയപ്പോൾ, വിദൂരതയിലേക്ക് യാത്ര ചെയ്തപ്പോൾ നമ്മെ തേടി വന്ന ആ ദൈവസ്നേഹം ബൈബിളിൽ സെയിന്റ് പോൾ വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ഈ അഖിലാണ്ടകാരകനായ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. സ്നേഹിതരെ, നമ്മെ ഓർത്തപ്പോൾ, നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി ആ സ്നേഹം അംഗീകരിച്ച ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ! ആ ദൈവം നമ്മളെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിതരെ, നിങ്ങളെയും ആ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ, ഭാഷ, ദേശം എന്തുമായിക്കൊള്ളട്ടെ, എല്ലാവരെയും ദൈവം സ്നേഹിക്കുകയാണ്. ആ ദൈവസ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു.
ആ അത്ഭുത സ്നേഹം അംഗീകരിക്കുവാൻ, അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറായാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിപ്പാനായിട്ട് കഴിയും. ആ നിലയിൽ ഈ ദൈവസ്നേഹം മനസ്സിലാക്കിയ ഒരു ഭക്തൻ പാടുകയാണ്, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇത്രയും വിചിത്രം യേശു രക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്ന് എന്നെ നീ. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. പ്രിയ സ്റ്റെഫി കെ ജോസ് ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു.
വേദപുസ്തകത്തിലെ അനുഗ്രഹീതമായ ഒരു കാവ്യ പുസ്തകമാണ് ഉത്തമഗീതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെയും തൻ്റെ കാന്തയായ സഭയോടുള്ള തൻ്റെ കരുതലിനെയും വളരെ കാവ്യാത്മകമായി വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ധാരാളം പുസ്തകങ്ങളും ഗാനങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില ഗാനങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലെ ചില സന്ദർഭങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് എഴുതിയ ഗാനങ്ങളാണുള്ളത്. എന്നാൽ ഈ ഉത്തമഗീതത്തെ വളരെ മനോഹരമായി വർണ്ണിച്ചുള്ള അനുഗ്രഹീതമായ ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പൂരമേറിടാറായി. വളരെ മനോഹരമായി ഈ ഗാനം രചിച്ചിട്ടുണ്ട്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും മധുപൊഴിക്കും തീർന്നില്ല, ഇരുൾ നിറമാണ് എനിക്കുള്ളതെങ്കിലും ഞാൻ അഴകേറും സുന്ദരിയാണ്. ശീതകാലം കഴിഞ്ഞു, മഴയാകെ മാറിപ്പോയി, മരുവിൽ പ്രിയന്മേൽ ചാരി വരുന്നവരുടെ ഭാഗ്യം തന്നെ എന്ന് വേണ്ട ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ ഭാഗങ്ങളും അതിൻ്റെ സാരസംഗ്രഹമായിട്ട് ഈ ഗാനത്തിലൂടെ ഈ ഗാനരചയിതാവ് വർണ്ണിക്കുകയാണ്, മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ ഗാനത്തിൻ്റെ രചയിതാവ് സുദീർഘമായ 3.5 പതിറ്റാണ്ടുകൾ നോയൽ മെമ്മോറിയൽ സ്കൂളിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്ന വിദ്വാൻ CJ ചാക്കോ തടിയൂർ എഴുതിയ മനോഹരമായ ഗാനം. ഏകദേശം 5 പതിറ്റാണ്ടോളം കർത്താവിൻ്റെ ശുശ്രൂഷയിലും താൻ വ്യാപൃതനായി. കുമ്പനാട് ബെഥനി ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിരുന്നു. വേർപെട്ട ദൈവജനത്തിന് മധ്യത്തിൽ അനവധി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹീത ആത്മീയ നേതൃപാഠവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു. എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുമ്പനാട് ബെഥനി ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം അവസരം നൽകി. വളരെ മാതൃകയുള്ള ഒരു അധ്യാപകനായിരുന്നു, ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എഴുതിയ കർത്താവിൻ്റെ ദാസൻ CJ ചാക്കോ തടിയൂർ എഴുതിയ ഈ മനോഹരമായ ഗാനം കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ ആലപിക്കുന്നു. ഈ കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്ന ഈ വിലയേറിയ ദൈവദാസൻ CJ ചാക്കോ അവറുകളോടുകൂടെ ദീർഘകാലം കർത്തൃ ശുശ്രൂഷയിലായിരുന്ന വ്യക്തി കൂടിയാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ. ഒരു സമയത്ത് അവർ സഹപ്രവർത്തകരായിരുന്നു. തൻ്റെ സഹപ്രവർത്തകനും മുതിർന്ന ഒരു പിതാവുമായ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഇപ്പോൾ മറ്റൊരു സഹപ്രവർത്തകനായ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ചില പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ഗാനം പാടണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഇന്ന് ആ ഗാനം ആലപിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പൂരമേറിടാറായി. കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി. പാറയിൻ പിളർപ്പിലും കടന്തുക്കിൻ മറവിലും മധുമൊഴി പൊഴിക്കും കാന്ത കന്യ. പാറയിൻ പിളർപ്പിലും കടന്തുക്കിൻ മറവിലും മധുമൊഴി പൊഴിക്കും കാന്ത കന്യ. സുന്ദരമുഖമതും കണ്ടിനി മുതമേകാൻ എന്നിനി വന്നിടുമോ. സുന്ദരമുഖമതും കണ്ടിനി മുതമേകാൻ എന്നിനി വന്നിടുമോ.
കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി കാന്തനെ കണ്ടിടാറായി എൻ്റെ ഇരുനിടമുടയോളമെങ്കിലും ഞാനിന്ന് അഴകേറും സുന്ദരിയോ ആഹാ ഇരുൾ നിറമുടയോളമെങ്കിലും ഞാനിന്ന് അഴകേറും സുന്ദരിയോ ആഹാ മണവാളനേശുവിൻ കാന്തയായി തീരുവാൻ നിശ്ചയം ചെയ്തവൾ ഞാൻ മണവാളനേശുവിൻ കാന്തയായി തീരുവാൻ നിശ്ചയം ചെയ്തവൾ ഞാൻ കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി ശീതകാലം കഴിഞ്ഞു മഴയാകെ മാറിപ്പോയി പൂക്കളും കാണായി വരുന്നു പൂവിൽ ശീതകാലം കഴിഞ്ഞു മഴയാകെ മാറിപ്പോയി പൂക്കളും കാണായി വരുന്നു പൂവിൽ ഗുരുപ്രാവിൻ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു നീളെ നീളെ ഞാനെന്നു കാണും പ്രിയ ഗുരുപ്രാവിൻ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു നീളെ നീളെ ഞാനെന്നു കാണും പ്രിയ കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി മരുവിലൻ പ്രിയന്റെ മേൽ ചാരുവാൻ ഭാഗ്യം തന്ന പരിശുദ്ധ പരപരനേ നിന്റെ മരുവിലൻ പ്രിയന്റെ മേൽ ചാരുവാൻ ഭാഗ്യം തന്ന പരിശുദ്ധ പരപരനേ നിന്റെ സ്നേഹത്തിൻ കൊടിക്കീഴിൽ സുന്ദരമുഖം കണ്ടൻ ആദികളകന്നു പരാ സ്നേഹത്തിൻ കൊടിക്കീഴിൽ സുന്ദരമുഖം കണ്ടൻ ആദികളകന്നു പരാ കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി പാറയിൻ പിളർപ്പിലും കടുന്തൂക്കിൻ മറവിലും മധുമൊഴി പൊടിക്കും കാന്ത കന്യ പാറയിൻ പിളർപ്പിലും കടുന്തൂക്കിൻ മറവിലും മധുമൊഴി പൊഴിക്കും കാന്ത കന്യ സുന്ദര മുഖമതും കണ്ടിനി മുതമേകാൻ
എന്നിനി വന്നിടുമോ? സുന്ദരമുഖമതും കണ്ടിനി മുതമേകാൻ എന്നിനി വന്നിടുമോ? കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി, കാന്തനെ കണ്ടിടാറായി എൻ്റെ സ്വർപ്പുരമേറിടാറായി. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എത്ര വലുതാണ്! ഏതൊരു ക്രൈസ്തവ ഭക്തൻ്റെയും ജീവിതത്തിൻ്റെ ആഗ്രഹം ആ കർത്താവിനെ നേരിലൊന്ന് കാണുക എന്നുള്ളതാണ്. ഇഹത്തിലെ മായാസുഖമൊക്കെ വിട്ട് ആ കർത്താവിനോടൊപ്പം അനന്തകോടി നിത്യത സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഒരിക്കൽ പാപാന്ധകാര കുഴിയിൽ കിടന്ന നമ്മെ അവിടുന്ന് കരം പിടിച്ചുയർത്തിയ ആ ദൈവത്തെ, ഈ ഭൂമിയിലെ വാസത്തെക്കുറിച്ച് ഗായകൻ പാടുന്നത് ഇത് ഒരു പരദേശവാസമാണ്, വഴിയമ്പലത്തിലൊരു വാസത്തിന് സമാനമാണ് ഈ ഭൂമിയിലെ ജീവിതം. എന്നാൽ അതെല്ലാം വെടിഞ്ഞ് ഒരു നിത്യമായ ഒരു വീട് ദൈവം നമുക്കൊരുക്കിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആ കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ നിറഞ്ഞ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ വരവിലേക്ക് നമ്മെ ഒരുക്കുന്ന, നയിക്കുന്ന, എത്രയും വേഗം ആ വരവ് ഉണ്ടാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്ന അനവധി ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് ഭക്തന്മാർ സമ്മാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ പ്രസിദ്ധമായ ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിത നഗരത്തിൽ ചെന്നാൽ മതി. അതാണ് അവൻ്റെ ആഗ്രഹം. ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹം അതാണ്. ആ നിറഞ്ഞ പ്രത്യാശയോടുകൂടെ ആ ഗാനം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദാസൻ ജോസ് കലൈപുരം ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ശ്രദ്ധിച്ചാലും എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ 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 മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരൻ ശില്പിയായി പണിത
നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും. ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ. ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടം സുവിശേഷ ഒടിമണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടം സുവിശേഷ ഒടിമണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ
വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോട് കൂടെ പോയാൽ മതി. പരനോട് കൂടെ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ. കർത്താവ് പറഞ്ഞു, അതിൻ്റെ ജീവിതവും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഭംഗിയുമോ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ കരുതുന്നു. അതുപോലെ വയലിലെ താമരയെ നോക്കുക, മനോഹരമായത് നിൽക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, സോളമൻ, ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ, അദ്ദേഹം പോലും അതിനോളം ഇല്ല എന്നാണ്. ഈ ദൈവം എത്ര അത്ഭുതകരമായ സൃഷ്ടിതാവാണ്. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായികളും സാരമില്ല. അടുത്ത ഗാനത്തിൻ്റെ ആശയം അതാണ്. ഇത്രയും മനോഹരമായി ഈ വയലിലെ താമരയെയും ആകാശത്തിലെ പറവകളെയും സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ വൈകല്യങ്ങളും നമ്മുടെ വയ്യായികകളും സാരമില്ല എന്നെണ്ണുവാൻ നമുക്കിടയാകണം. കുശവൻ കുഴച്ചതാ മണ്ണാണ് ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതെല്ലാം മണ്ണല്ലയോ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് നാം. അത് തൻ്റെ ഇഷ്ടപ്രകാരം താൻ അതിനെ സൃഷ്ടിക്കുകയാണ്. ചിലപ്പോൾ അതൊക്കാതെ വരുമ്പോൾ അത് നുടയ്ക്കും, വീണ്ടും അത് ഷെയ്പ്പിലാക്കും. നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റുവാൻ, വളരെ മനോഹരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ്. ഈ ആശയങ്ങളെല്ലാം മനോഹരമായി വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. ഈ കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ വൈകല്യങ്ങളും വയ്യായികളും ഒന്നും സാരമില്ല എന്നെണ്ണുവാൻ ഇടയാവണം. കർത്താവിൻ്റെ ശിഷ്യനായ സെയിൻറ്റ് പോൾ പറയുന്നൊരു വാക്കുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ നമുക്കിടയായി തീരണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഗാനം ശ്രദ്ധിക്കാം. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായികളും സാരമില്ല. ഈ ഗാനം സ്റ്റെഫിൻ ജോസ് നമുക്കായി ആലപിക്കുന്നു. നമുക്കത് ശ്രദ്ധിക്കാം.
ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. വക്കൊടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനൻ നോദിയ ദൈവമെൻ കൂടെയുണ്ട്. തായ് മറന്നാലും മറക്കില്ല ഞാനൻ നോദിയ ദൈവമെൻ കൂടെയുണ്ട്. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല.
ജീവിതത്തിലെ കഠിനമായ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് അദ്ദേഹം ഇങ്ങനെയാണ് പാടിയത്: യഹോവ നല്ലവൻ. തൻ്റെ അനവധി ഗാനങ്ങളിൽ താൻ പറയുന്ന ഒരു വാക്കാണ് യഹോവ നല്ലവൻ. ദൈവം നല്ലവനാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. തൻ്റെ ജീവിതാനുഭവങ്ങൾ നാം ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അറിയാം, എല്ലാ സാഹചര്യങ്ങളിലും ദൈവം തനിക്ക് നല്ലവനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദിന് മാത്രമല്ല, ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ദൈവം നല്ലവനാണ്. എല്ലാവർക്കും അവൻ നല്ലവനാണ്. സന്തോഷത്തിൻ്റെ വേളയിലും സന്താപത്തിൻ്റെ വേളയിലും വൈഷമ്യങ്ങളിലും വേദനകളിലുമൊക്കെ അവൻ നല്ലവനാണ്. ഒരിക്കൽ ഭക്തനായ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു: തൻ്റെ 10 മക്കളും നഷ്ടമായി, തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടമായി, തനിക്കൊരു രോഗവും പിടിപെട്ടപ്പോൾ തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്ന വാക്കിങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കേണ്ടതല്ലയോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: ദൈവം എല്ലാ കാലത്തും നമുക്ക് നല്ലവനാണ്. നമ്മുടെ ഏത് സാഹചര്യത്തിലും അവൻ നമുക്ക് മതിയായവനാണ്. ഈ ആശയം വരുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ് അടുത്തതായി നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. ഇതുവരെയും നമ്മുടെ മാതൃഭാഷയിലുള്ള ഗാനങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. നമ്മുടെ മലയാള ഭാഷയുടെ തായ് ഭാഷയായ തമിഴ് ഭാഷയിലുള്ള അനുഗ്രഹീതമായ ഒരു ഗാനമാണ് നാം ഇനി ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. യേശു നല്ലവർ, എല്ലാവർക്കും വല്ലഭർ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഈ ഗാനം കർത്താവിൻ്റെ ദാസൻ ജോസ് കലേപുരം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. യേശു നല്ലവർ. യേശു നല്ലവര്, നമുക്ക് പോതുമാനവര്. യേശു നല്ലവര്, നമുക്ക് പോതുമാനവര്. അത്ഭുതം ചെയ്തവർ, அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். യേശു നല്ലവര്, നമുക്ക് പോതുമാനവര്. യേശു നല്ലവര്, നമുക്ക് போதுமானவரு. அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். യേശു നല്ലവര്, നമുക്ക് പോതുമാനവര്. യേശു നല്ലവര്, നമുക്ക് പോതുമാനവര്.
2 மீனும் இயேசுவுக்கு போதுமையா. கூடிதேனம் கூடினாலும் குறவில்லாமல் கொடுப்பாரையா. 5 அப்பமும் 2 மீனும் இயேசுவுக்கு போதுமையா. கோடிதேனம் கூடினாலும் குறவில்லாமல் கொடுப்பாரையா. நம்பி வந்தா நன்மையுண்டு, நன்மை செய்கின்ற இயேசு உண்டு. நம்பி வந்தா நன்மையுண்டு, நன்மை செய்கின்ற இயேசு உண்டு. இயேசு நல்லவரு, நமக்கு போதுமானவரு. இயேசு நல்லவரு, நமக்கு போதுமானவரு. வரும் வேளையிலே தேடி வந்து தேற்றிடுவான். துக்கம் நம்மை வாட்டும் போது பக்கம் வந்து ஆற்றிடுவான். துன்பம் வரும் வேளையிலே தேடி வந்து தேற்றிடுவான். துக்கம் நம்மை வாட்டும் போது பக்கம் வந்து ஆற்றிடுவான். ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள். ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள். இயேசு நல்லவரு, நமக்கு போதுமானவரு. இயேசு நல்லவரு, நமக்கு போதுமானவரு. அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். இயேசு நல்லவர், நமக்கு போதுமானவர். இயேசு நல்லவர், நமக்கு போதுமானவர். இயேசு நல்லவர், நமக்கு போதுமானவர். നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, മുഖം മനുഷ്യൻ്റെ കണ്ണാടി. ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ സ്വഭാവവും അവൻ്റെ മാനസിക അവസ്ഥയുമൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിഷാദത്തോടെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ അവസ്ഥ. എന്നാൽ അതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുകളാണ്. മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവൻ്റെ സ്വഭാവവും അവൻ്റെ ജീവിത ശൈലിയുമൊക്കെ അറിയാമെന്നാണ് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ബൈബിൾ അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മയങ്ങിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനസിക അവസ്ഥയും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ കണ്ണിലൂടെ അറിയാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിൾ ആ കാര്യം വളരെ വ്യക്തമാക്കുകയാണ്. നാം സാധാരണ പറയാറുണ്ട്, ആളുകളെ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം. ചില ആളുകളുണ്ട് കണ്ണടച്ച് സംസാരിക്കും. അല്ലെങ്കിൽ നാം ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമ്മുടെ ദർശനം മാറ്റുകയും
മറ്റു ഭാഗങ്ങളിലേക്ക് ദർശിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. അത് ഒരു ശരിയായ രീതിയല്ല. മുഖത്തേക്ക് നോക്കി തന്നെ, കണ്ണിലേക്ക് നോക്കി തന്നെ നാം സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണ് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ യോബ് പറയുന്നത്, ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മയങ്ങിയിരിക്കുന്നു. നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമ്മുടെ അവസ്ഥ നമുക്കറിയാനായിട്ട് സാധിക്കും. പിന്നീട് സദൃശവാക്യങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുന്നത് 15-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ ശോഭ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അത് ഓടിക്കുന്നവരാണെങ്കിലും പിന്നിലിരിക്കുന്ന ആളുകളാണെങ്കിലും, അവർ കണ്ണ് സുരക്ഷിതമായി തീരേണ്ടതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും സംരക്ഷണ രീതികളൊക്കെ അവലംബിക്കാറുണ്ട്. കണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവരും സദാസമയം ഫോണിലാണ്. മീറ്റിങ്ങിലാണെങ്കിലും, അതുപോലെ യാത്രയിലാണെങ്കിലും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും, ഫ്ലൈറ്റിലാണെങ്കിലും, എവിടെയാണെങ്കിലും ചില നേരത്തൊക്കെ നമുക്ക് ദുഃഖം തോന്നാറുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു കയ്യിൽ വാഹനം ഓടിച്ച് ഫോണ് സ്ക്രോൾ ചെയ്ത് പോകുന്ന ആളുകളെ കാണാം. അങ്ങനെ നിരന്തരമായി ഇങ്ങനെയുള്ള നിലയിലേക്ക് മനുഷ്യൻ ശ്രദ്ധ മാറുമ്പോൾ അവൻ്റെ കണ്ണിനെ ബാധിക്കും. ഏറ്റവും രസകരമെന്ന് തോന്നുന്നത്, എന്നാൽ അപകടകരമാണ്, ഈ സ്കൂൾ ബസ്സുകളിലൊക്കെ നമ്മുടെ സമീപത്തൂടെ പോകുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒരു 50% കുഞ്ഞുങ്ങളും കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന അതിഥി തൊഴിലാളികൾ, അവർ വിവിധ ദേശത്തു നിന്ന് വന്നവരാണ്. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരാരും ഈ കണ്ണടയൊന്നും വെക്കുന്നത് കാണുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങളും വെക്കുന്നതായിട്ട് കാണുന്നില്ല. നേത്ര സംരക്ഷണമൊക്കെ അവർ വളരെയേറെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിലപ്പുറമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ 6 മാസം മുതൽ അവൻ ഈ ഫോണിനൊക്കെ അടിമപ്പെടുകയാണ്, ടി വിക്കുമൊക്കെ. തൽഫലമായിട്ട് കണ്ണിൻ്റെ ഈ കാഴ്ചയെ ബാധിക്കുന്നു. അതിനുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ കണ്ണ് നല്ലതാണെങ്കിൽ, അത് ശോഭയുള്ളതാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് അത് സന്തോഷമാണ്. വീണ്ടും ശലോമോൻ രാജാവ് മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച് 17-ാം അധ്യായം സദൃശവാക്യം 27-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ കണ്ണിനൊരിക്കലും തൃപ്തി വരുന്നില്ല. എത്ര കണ്ടാലും മതി വരികയില്ല, എത്ര ശ്രദ്ധിച്ചാലും എത്ര നോക്കിയാലും മതി വരുന്നില്ല. മനുഷ്യൻ്റെ കണ്ണിൻ്റെ മറ്റൊരു സവിശേഷതയാണ്, അത് തൃപ്തി വരാത്തതാണ്. കണ്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയേണ്ടു, നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാ. ഒരു സെൽഫി എടുക്കുന്നു അല്ലേ, എന്നാൽ ആ ഫോട്ടോ മതിയാകുന്നില്ല, വീണ്ടും എടുക്കുകയാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ഈ എടുത്ത ചിത്രം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ നോക്കുന്നു. വീണ്ടും വീണ്ടും അത് നമ്മൾ കാണുകയാണ്. എന്തിനാണ് ഏറെ പറയേണ്ടത്? മനുഷ്യൻ്റെ കണ്ണിൻ്റെ സവിശേഷത അത് ശോഭയുള്ളതാണ്. അതുപോലെ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മുടെ മുഖത്തെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ സ്വഭാവം മനസ്സിലാക്കാം, നമ്മുടെ രീതികൾ മനസ്സിലാക്കാം, നമ്മളുടെ ചേഷ്ടകളൊക്കെ കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബൈബിൾ വീണ്ടും പറയുകയാണ്, ഈ മനുഷ്യൻ്റെ കണ്ണിനൊരിക്കലും തൃപ്തി വരുന്നതല്ല. ഇത്രമാത്രം സവിശേഷതയുള്ളതാണ് മനുഷ്യൻ്റെ കണ്ണുകൾ. ഈ കണ്ണുകൾ കൊണ്ട് മനുഷ്യൻ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടികളെ നിങ്ങൾക്കറിയാം, എത്ര നീച പ്രവൃത്തികളാണ് അവൻ ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യൻ ജീവിക്കണം. ഇതൊക്കെ നല്ലതിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ ഇത് മറ്റു നിലയിലേക്ക് ഇത് ഉപയോഗിക്കുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു വസ്തുത, മനുഷ്യൻ്റെ കണ്ണുകൾ ഇങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയാണെന്നും ബൈബിൾ പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വൈകിയ വേളയിൽ വളരെ സന്തോഷത്തോടെ ഒരു യാഥാർത്ഥ്യം പറയട്ടെ, മനുഷ്യൻ്റെ കണ്ണുകൾ പോലെയല്ല ദൈവത്തിൻ്റെ കണ്ണുകൾ. ഈ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ സവിശേഷത അവിടെ പറയുന്നത്, യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്.
ഇന്ന് ബഹുമാന്യ സ്നേഹിതരെ, പ്രേക്ഷകരെ പറയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ് എല്ലായിടവുമുണ്ട്. നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലുമുണ്ട്. ഈ കർത്താവിൻ്റെ ദൃഷ്ടി എല്ലായിടത്തുമുണ്ട്. നമ്മുടെ ദൃഷ്ടി പതിക്കുന്നതിനും നമ്മളുടെ കാഴ്ചയ്ക്കുമൊക്കെ ഒരു പരിധിയും പരിമിതികളുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി അങ്ങനെയല്ല. യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. എല്ലാവരെയും ദൈവം കാണുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയി ഒളിച്ചാലും നീ അത് കാണുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്നാൽ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ചെന്നാൽ, എവിടെയായിരുന്നാലും ദൈവം എല്ലാവരെയും കാണുന്നുണ്ട്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലവരെ മാത്രം നോക്കുന്ന ഒരു ദൈവമല്ല, ആകാത്ത ആളുകളെയും നോക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് അനവധി ഉദാഹരണങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണുവാൻ വളരെ ആഗ്രഹത്തോടെ താൻ കാത്തിരുന്നു. തനിക്ക് കഴിഞ്ഞില്ല. എവിടെ ചെന്നാലും യേശുവിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അതുകൊണ്ട് ഈ അത്ഭുത മനുഷ്യനെ ഒന്ന് കാണണം. എന്നാൽ അദ്ദേഹത്തിനൊരു കുറവുണ്ടായിരുന്നു. താൻ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട്, ഉയരം കുറഞ്ഞ മനുഷ്യനായതുകൊണ്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. കർത്താവ് ആ വഴിയായി വരികയാണ്. അദ്ദേഹം വളരെ സുരക്ഷിതമായ ആ കാട്ടത്തിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ നോക്കുകയാണ്. സംഭവിച്ചത് എന്താണ്? കർത്താവ് അത്തിയുടെ ചുവട്ടിൽ വന്നിട്ട്, സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായി അത്ഭുതപ്പെട്ടു. അയ്യോ, എൻ്റെ പേരറിയാമോ? ഞാനിവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആകാത്തവരെയും നല്ലവരെയും കാണുന്ന ഒരു കർത്താവ്. രാത്രിയുടെ മറവിൽ, ഏകാന്തതയുടെ മറവിൽ, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റാരും കാണുന്നില്ല എന്നും പറഞ്ഞ് നീ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം നന്നായി കാണുന്ന ഒരു ദൈവമുണ്ട്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ദൈവം മുമ്പാകെ സകലവും നഗ്നവും മലർന്നവും കിടക്കുകയാണ്. ഇതെല്ലാം ദൈവം കാണുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും കാണുന്ന ഒരു കണ്ണുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം ആകാത്തവരെയും കാണുന്നു, നല്ലവരെയും കാണുന്നു. അതുകൊണ്ട് ജീവിതത്തിലേക്കൊരു മനംതിരിവിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന അഴിമതിയും അക്രമവും അരാജകത്വം നിറഞ്ഞ പ്രവൃത്തികളും അശാസ്ത്രീയമായ പ്രവൃത്തികളുമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഈ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും വിചാരിക്കുന്നത് ആരും കാണുന്നില്ലെന്നാ. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനമുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരെയും ദൈവം കാണുന്നുണ്ട്. ആകാത്തവരെയും കാണുന്നു എന്ന് പറഞ്ഞാൽ മോശമായി ജീവിക്കുന്നവരെയും, മദ്യപിച്ച് അസാൻമാർഗീയമായി ജീവിക്കുന്നവരെയും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെയും വേദനിപ്പിക്കുന്നവരെയും ദൈവം കാണുന്നു. ഇതൊക്കെ ദൈവം കാണുന്നുണ്ടോ? ചിലരുടെ പ്രവൃത്തികളൊക്കെ കണ്ടാൽ ഒരു ദൈവമുണ്ടോ എന്ന് പോലും അവർ സംശയിക്കുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. പിന്നീട് പറയുകയാണ്, നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുക. പല സന്ദർഭങ്ങളിലും ആളുകൾ വിചാരിക്കും, ഞങ്ങൾ നല്ലവരാണല്ലോ, നന്നായി ജീവിക്കുന്നവരാണല്ലോ, ഞങ്ങളെ ദൈവം കാണുന്നില്ല. കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഈ കർത്താവ് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിരാശയിലൂടെയാണോ പോകുന്നത്? മക്കളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടാണോ പോകുന്നത്? ഈ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ രോഗം അതികഠിനമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത്? എന്നെ ദൈവം കാണുന്നില്ലേ? കാണുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ട്. കുടുംബത്തിൽ അസമാധാനമാണോ, സന്തോഷമില്ലായ്മയാണോ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, നിരാശയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് കാണുന്ന ഒരു കർത്താവുണ്ട്. നാളെ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടക്കും, നാളെ എൻ്റെ അവസ്ഥ എന്താകും, അയ്യോ ഞാൻ നാളെ എങ്ങനെ ജീവിക്കും, ഇരുളടഞ്ഞ ഭാവിയാണ് മുമ്പിലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി, നിങ്ങളുടെ മക്കളുടെ ഭാവി, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ നാളുകൾ എങ്ങനെ ചെലവഴിക്കും, ആകുലതയിലൂടെയാണോ കടന്നു പോകുന്നത്, അത് കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കർത്താവിനെ മറച്ച്, ഈ കർത്താവിനെ ഒഴിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഈ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആ കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആ കർത്താവിൻ്റെ സ്നേഹം അംഗീകരിക്കുവാൻ,
ആ കർത്താവിൻ്റെ കരുതൽ നിങ്ങൾ അംഗീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളെ കാണുന്ന ഒരു കർത്താവ്, നിങ്ങളേത് വിഷമത്തിലൂടെ കടന്നുപോയാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളെ എല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ആ കർത്താവിനെ മറച്ച്, ആ കർത്താവിനെ ഒഴിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആകാത്തവരായ ആരെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങൾ ആ ജീവിതങ്ങളോട് വിട പറയണം, ആ സ്വഭാവങ്ങളോട് വിട പറയണം. ഇതെല്ലാം ദൈവം കാണുകയാണ്. അതിനോട് വിട പറഞ്ഞ് സമാധാന ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. നല്ലവരായ ആളുകളുണ്ട്, അവരോടും പറയട്ടെ, നിങ്ങളെ കാണുന്നുണ്ട് ഈ കർത്താവ്. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വിഷമങ്ങളും ആകുലതകളും എല്ലാം ഈ കർത്താവ് കാണുകയാണ്. ആ കർത്താവിനെ ഒളിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. അതിനു മുമ്പ് വളരെ ആത്മാർത്ഥമായി പറയട്ടെ, ഈ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ടുള്ള ഉത്തമ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഞാൻ വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിലൂടെ പറയുകയുണ്ടായി. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതാകിലും എല്ലാവരും ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതായിട്ട് വരും. ഈ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ബഹുമാന്യരായ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ടവർ പാടിയ ഗാനങ്ങളിലൊക്കെ ആ കാര്യമുണ്ടായിരുന്നു. നിങ്ങളെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. ദൈവം നമുക്ക് തന്ന ഈ കണ്ണുകൾ കൊണ്ട് നാം കാണേണ്ടത് ആ ദൈവസ്നേഹത്തെയാണ്. ഇന്നേക്ക് 2025 ആണ്ടുകൾക്ക് മുൻപ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എന്തിനാണ് ക്രിസ്തു മരിച്ചത്? ഞാൻ മുമ്പേ പ്രസ്താവിക്കുകയുണ്ടായി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ കാൽവരി ക്രൂശിലെ സ്നേഹം നിങ്ങൾ കാണണം, ആ സ്നേഹം നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരും. നിങ്ങളുടെ പാപപ്രവൃത്തികളോട്, നിങ്ങളുടെ അനാശാസ്ത്രീയ പ്രവൃത്തികളോട്, നിങ്ങളുടെ പാപനിബിഡമായ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞ് സമാധാനമുള്ള ജീവിതം നയിപ്പാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം തന്ന ഈ കണ്ണുകൾ കൊണ്ട് ആ ദൈവസ്നേഹം നിങ്ങൾ കാണണം, ആ ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങൾ ദൈവഭാഗത്തേക്ക് കടന്നു വരണം. ദൈവഭാഗത്ത് വന്ന നല്ലവരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പറയട്ടെ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവം. ഈ ദൈവഭാഗത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും നാം തിരികെ പഴയ പ്രവൃത്തികളിലേക്ക് പോകാതെ മാതൃകയുള്ള, മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണം. അതും ഈ ദൈവം കാണുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാത്രമല്ല, ഈ ദൈവത്തിൽ നിന്ന് ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നീചപ്രവൃത്തികളെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ മറവിൽ, ആത്മീയതയുടെ മറവിൽ നാം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ ദൈവം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടും. പൗലോസും പറയാം, പൗലോസ് വരെ ആ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെയാണേ നമ്മുടെ കാര്യമോ? അതുകൊണ്ട് ദൈവം മുൻപാകെ വിശുദ്ധിയുള്ള വേർപെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതാവസ്ഥകളെല്ലാം അവൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സുരക്ഷിതമായി നാം നയിക്കണം. ആകാത്തവരെ പറയട്ടെ, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഈ ദൈവം നിങ്ങളെ കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറിച്ച് ഈ ദൈവത്തെ വേണ്ട എന്ന് വെച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിത്യമായൊരു നരകമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കൊരു നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് മോചനം നേടണം. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. ആത്മാർത്ഥ സവിനയം ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആ സമാധാനമുള്ള ജീവിതത്തിലേക്ക് വരാം. ആ സമാധാന ജീവിതത്തിലേക്ക് വന്നവരോട് പറയട്ടെ, നിങ്ങളെ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവ്, കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മറ്റു പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ദൈവം നമ്മളെ വെറുതെ വിടുകയില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഭയത്തോടെ നമ്മൾ മുൻപോട്ട് പോവുക.
കാരണം നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കത്തില്ലായിരുന്നു. എല്ലാവരും ദൈവം കാണുന്നുണ്ടോ? ഇന്നൊരു കടയിൽ ചെന്നാൽ ആദ്യം നോക്കുന്നത് CC ക്യാമറ ഉണ്ടോന്ന്. ഒരു വീട്ടിൽ ചെന്നാൽ നോക്കും എന്തുണ്ട്, CC ക്യാമറ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അഖിലാണ്ടകാരകനായ ദൈവം ലോകത്തിൽ എത്ര ആളുകളുണ്ടോ അവരെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മറച്ച്, ആ ദൈവത്തെ ഒഴിവാക്കി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതെല്ലാം ഈ മനുഷ്യനിർമ്മിതമായ ക്യാമറ കണ്ണുകളെ നാം ഭയക്കുന്നുവെങ്കിൽ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള തേജോമയനായ ദൈവത്തിൻ്റെ ദർശനം നിങ്ങളുടെ മേലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതൊഴിവാക്കിക്കൊണ്ട് പോകരുത്. അവനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ നിന്ന് ഒഴിവാൻ നമുക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാത്തവരെ പറയട്ടെ, അവൻ്റെ ദർശനം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് പാപവഴികളെ വിട്ട് ദൈവഭാഗത്തേക്ക് വരിക. നല്ലവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതവും ഈ കർത്താവിൻ്റെ ക്യാമറ കണ്ണുകളിലാണ്. അവൻ്റെ നിരീക്ഷണം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾക്കും എങ്ങനെ ജീവിക്കാൻ സാധിക്കത്തില്ല. ഇതെല്ലാം സ്വർഗത്തിലിരുന്ന് അവൻ നോക്കുന്നു. വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് അവൻ എല്ലാവരെയും നോക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം അത് വിലപ്പെട്ടതാണ്. അത് വെറുതെ നശിപ്പിക്കരുത്. ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവ വഴികളിൽ നിന്ന് വിട്ടകന്നാൽ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. അതിലേക്ക് വരരുത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക. ദൈവം നിങ്ങളെ കാണുന്നു. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ നിങ്ങളുടെ ജീവിതം ഭയത്തോടെ കഴിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നും കർത്താവിൻ്റെ ദാസൻ ജോസ് കലൈപുരം ഒരു ഗാനം കൂടെ ആലപിക്കുന്നു. നമുക്കത് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ കൂട്ടു സഹോദരൻ പ്രിയ സണ്ണി കോവൂരിൻ്റെ ആവശ്യപ്രകാരം ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി.
നാളുകളിനിയേറെയില്ലെന്ന് വേളി കഴിച്ചിടുവാൻ എൻ കാന്തൻ വേളി കഴിച്ചിടുവാൻ നാളുകളിനിയേറെയില്ലെന്ന് വേളി കഴിച്ചിടുവാൻ എൻ കാന്തൻ വേളി കഴിച്ചിടുവാൻ മണിയറയാൽ ചേർത്തിടുവാൻ മണവാളൻ വന്നിടറാ മേഘത്തിൽ മണവാളൻ വന്നിടറാ മണിയറയാൽ ചേർത്തിടുവാൻ മണവാളൻ വന്നിടറാ മേഘത്തിൽ മണവാളൻ വന്നിടറാ എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി ആർപ്പുവിളി കേട്ടിടാറായി കാഹളം മുഴക്കിടറായി ദൂതന്മാർ കാഹളം മുഴക്കിടറായി ആർപ്പുവിളി കേട്ടിടാറായി കാഹളം മുഴക്കിടറായി ദൂതന്മാർ കാഹളം മുഴക്കിടറായി ഉണർന്നു ദൈവം തെളിച്ചുകൊള്ളുക വാതിലടയ്ക്കാറാ കൃപയുടെ വാതിലടയ്ക്കാറാ ഉണർന്നു ദൈവം തെളിച്ചുകൊള്ളുക വാതിലടയ്ക്കാറാ കൃപയുടെ വാതിലടയ്ക്കാറാ എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി ആയിരം പതിനായിരങ്ങൾ അതിസുകുമാരനവൻ എനിക്ക് അതിസുകുമാരനവൻ ആയിരം പതിനായിരങ്ങൾ അതിസുകുമാരനവൻ എനിക്ക് അതിസുകുമാരനവൻ എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി ഹല്ലേലൂയ വേഗം വരാറായി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 156 എപ്പിസോഡ് വളരെ അനുഗ്രഹപ്രദമാക്കി തീർത്ത ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ശ്രോതാക്കളായ സഹോദരങ്ങൾക്ക് ഹൃദയത്തിന് ആശ്വാസവും ധൈര്യവും സന്തോഷവും നൽകുന്ന ഗാനങ്ങളാണ് ഇന്ന് ഇവിടെ ആലപിച്ചത്. വിശേഷിച്ച് ഇന്ന് 2 ഗാനങ്ങൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് പാടിയത്. അതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾ ദയവായി പ്രോഗ്രാം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. എന്നാൽ ഇന്നത്തെ കീബോർഡിസ്റ്റും പാട്ടുകാരനും ഒക്കെ വളരെ പ്രഗത്ഭരായതുകൊണ്ട് അപ്പോൾ തന്നെ അവർക്ക് പാടാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ പാടാൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. നേരത്തെ അറിയിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. എങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക്
ഞങ്ങൾ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച സുവിശേഷ കുടുംബമായ കതിർദാസൻ ജോസ് കലപുരം, തൻ്റെ കുഞ്ഞുങ്ങളായ സ്റ്റെഫിൻ കെ ജോസ് എന്നിവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ കാണിച്ച മനസ്സിനായും ആ ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരോട് നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം സന്ദേശം അറിയിച്ച കർത്തദാസൻ ജോൺ ജോസഫ് കോട്ടയം അവരോടുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുജിത് സുനിൽ കൊട്ടാരക്കരോട് നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ജിൽ കൊട്ടാരക്കരോട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ലോകത്തിന്റെ വിഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളുടെ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ ഈ ശുശ്രൂഷയിലുള്ള പിൻബലം ഞങ്ങൾ കാലത്ത് ഓർക്കുന്നതാണ്. ഈ ശുശ്രൂഷ മുഖാന്തരമായി നിങ്ങൾക്ക് ഒരുപക്ഷെ ചെന്ന് പറയുവാൻ, സുവിശേഷം പറയാൻ കഴിയാതിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഗാനങ്ങളും സന്ദേശവും എത്തിച്ചാൽ അത് നിങ്ങൾ അവരോട് പറയുന്ന സുവിശേഷത്തിന് തുല്യമായി തീരും. അങ്ങനെയും ഇതിനോട് സഹകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അനേകം ആളുകൾ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുന്നുണ്ട്, നല്ല കമൻറ്റുകൾ അയക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായി നന്ദി അറിയിക്കുന്നു. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട കാര്യങ്ങളിലും സന്ദേശങ്ങളിലൊക്കെ പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മെ കാണുന്നവനാണ്, അറിയുന്നവനാണ്, നമ്മെ നന്നായി മനസ്സിലാക്കുന്നവനാണ്. നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്ന ദൈവം. നാം രോഗിയാണെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ അവന് നന്നായിട്ടറിയാം. നാം മാനസികമായ സംഘർഷങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ നന്നായിട്ട് അവനറിയാം. നാം അപകടത്തിലാണെങ്കിൽ അത് കാണുവാൻ ദൈവത്തിന് കഴിയും, അവിടെ രക്ഷിപ്പാനും ദൈവത്തിന് കഴിയും. നമ്മുടെ ഏതവസ്ഥകളെയും നന്നായി അറിയുന്നവനും കാണുന്നവനുമായ ദൈവത്തിന് മുമ്പാകെ ഈ രാത്രിയിൽ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങൾ അടച്ച ദൈവം മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ എല്ലാം നന്നായി കാണുന്ന, നന്നായി അറിയുന്ന ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഹൃദയത്തെ നന്നായി അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ വേദന കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെ അവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ അറിയുന്നുണ്ട്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിപ്പാനായി നിങ്ങളുടെ സമീപത്തിലായിട്ടുണ്ട്. നിങ്ങളുടെ അരികിൽ അവനുണ്ട്. ഒരു വാക്ക് മാത്രം പറയുക, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ സങ്കടമുള്ളവനാണ്, ഞാൻ പ്രയാസമുള്ളവനാണ്, എനിക്ക് വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളുണ്ട്. കർത്താവേ, നീ അത് പരിഹരിക്കണമേ. അങ്ങേ എൻ്റെ കർത്താവായി രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്തൃപാദത്തിൽ അണഞ്ഞാൽ ഈ രാത്രിയിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. സ്നേഹവാനായ ദൈവമേ, ശ്രീപിതാവേ, ഈ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഇവാങ്കലിയോൻ മ്യൂസിക് പ്രോഗ്രാമിലൂടെ ലോക സുവിശേഷ രംഗത്ത് കർത്താവ് ഞങ്ങൾക്ക് പങ്കാളിത്തം വഹിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ പാടിയ ഗാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞ സന്ദേശത്തിലൊക്കെ അങ്ങേ ഉയർത്തുകയായിരുന്നു. അവിടുന്ന് സകലവും അറിയുന്നവനാകിയാൽ സ്തോത്രം, എല്ലാവരെയും കാണുന്നവനാകിയാൽ സ്തോത്രം, ഞങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവനാകിയാൽ സ്തോത്രം. അകദ്രഭാഗത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. ഞങ്ങൾ ശ്രോതാക്കളായ ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരുടെ മനോവേദന, അവരുടെ സങ്കടം, അവരുടെ പ്രശ്നം, അവരുടെ ഭാരം എന്തായാലും ഈ രാത്രി കർത്താവെ അത് പരിഹരിച്ച് നൽകണമേ. അങ്ങയുടെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം നൽകണമേ. അവിടുന്ന് സൗഖ്യദായനായിരിക്കണമേ. കർത്താവെ, ആശ്വാസകനായി അവിടുന്ന് അരികിയിരിക്കണമേ. ഈ രാത്രി ചിലരുടെ മനസ്സാന്തരത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി ധാരാളം ആളുകൾ ഈ സന്ദേശം ഗാനം കേട്ടിട്ടുണ്ട്. കർത്താവെ, അവർക്ക് ആശ്വാസമായിരിക്കും. കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ അവസാനം കേട്ടതുപോലെ പാടിയതുപോലെ ഞങ്ങളുടെ പ്രിയൻ കർത്താവ് യേശു ക്രിസ്തു വേഗത്തിൽ വരികയും ഞങ്ങളെ ചേർക്കുകയും ചെയ്യുന്ന ആളിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം മാറും. ആ പ്രത്യാശയോടെ ജീവിപ്പാൻ അടികളെയും സഹായിക്കണമേ. ശുശ്രൂഷയെ മാനിച്ചനായ സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുവാൻ, സന്ദേശം നൽകുവാൻ, കീബോർഡ് വായിക്കുവാൻ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുവാൻ എല്ലാവരെയും കർത്താവ് സഹായിച്ചു. അനുകൂലമായ സകല സാഹചര്യവും തന്ന കൃപയ്ക്കായ സ്തോത്രം. അവിടുന്ന് മുമ്പാകെ അടികളെ തന്നെ താഴ്ത്തു സമർപ്പിക്കുന്നു. കൃപ കൂടി ഇരിക്കണമേ. മഹത്വമെല്ലാം കർത്താവിന്. കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സുഖാസവും കാവലും നാമേവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം പാട് കർത്താവിന് വരനാക്കാതിരിക്കുന്ന
സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇതിനേക്കും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.